യെസ്, ഗവർണറുടെ വാഹന വ്യൂഹം ഇപ്പോൾ മിഠായി തെരുവിലേക്ക് എത്തുകയാണ്. അവിടെ വലിയ സുരക്ഷ ഇതിനോടകം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഗവർണറുടെ അവിടുത്തെ പദ്ധതികൾ എന്നത് സംബന്ധിച്ച് കൃത്യമായ സൂചനകളില്ല. അദ്ദേഹം അവിടെ ജനങ്ങളുമായി സംസാരിക്കും, കടകളിലൊക്കെ കയറും എന്നൊക്കെയാണ് അറിയുന്നത്. അതിന് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. പോലീസിനോട് സുരക്ഷ വേണ്ട എന്ന് ഗവർണർ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്, അവരിൽ നിന്ന് ഒരു ഭയവുമില്ല, പോലീസിൽ വലിയ വിശ്വാസമൊക്കെ ഉണ്ട്. ഇതാ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗവർണർ അവിടെ മിഠായി തെരുവിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഗവർണറുടെ അവിടുത്തെ പരിപാടികൾ അതെന്തൊക്കെയായിരിക്കുമെന്നത് ആകാംക്ഷയാണ്. പോലീസിനും അവിടുത്തെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒന്നും ഇത് സംബന്ധിച്ച് യാതൊരു സൂചനകളും ഇതുവരെ ഗവർണറോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫോ നൽകിയിട്ടില്ല. സുരക്ഷ വേണ്ട എന്നതാണ് അദ്ദേഹം സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം മിഠായി തെരുവിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. മിഥില ബാലൻ ചേരുന്നുണ്ട് അവിടെ നിന്ന്. മിഥില, ഗവർണർ അവിടേക്ക് എത്തുന്നു, വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അദ്ദേഹം. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് നമ്മൾ? Okay, sir. Okay. Okay. Come. You come here. You come here, sweetheart. Come. Okay. Come here, sir. Come, my darling. Come. Okay, sir. Okay. Okay. They have come from distance. Come. Look at them. Sir. Okay, sir. ഗവർണർ അവിടെ സ്കൂൾ കുട്ടികളെ കാണുന്നുണ്ട്. നാട്ടുകാർ കുറച്ച് ആളുകളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. ചിലർ ഫോട്ടോ എടുക്കാൻ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. തിരിച്ച് വാഹനത്തിൽ കയറുകയാണ്. People love me. Yes. And I love people. You are the open mind. Thank you. നാട്ടുകാരുമായി അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയാണ്. പേഴ്സണൽ സ്റ്റാഫ് കാണാം, മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അധികം കാണുന്നില്ല. പോലീസ് സുരക്ഷ വേണ്ട എന്നൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളെ പിന്നീട് കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. വീണ്ടും അദ്ദേഹം ഇവിടെ നിന്ന് കണ്ടേക്കും എന്നതാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നു ഗവർണർ എന്നാണ് മനസ്സിലാക്കുന്നത്. മിഥില ചേരുന്നുണ്ട്. മിഥില, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, കുറച്ച് സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു, കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരുമായും കുറച്ച് സമയം സംസാരിച്ചു. സ്കൂൾ കുട്ടികളെയൊക്കെ അടുത്തേക്ക് വിളിച്ച് അവരോടൊപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. നാട്ടുകാരിൽ ചിലർ സെൽഫി എടുക്കാനെത്തി, ചിലർ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അടുത്ത നീക്കം ഗവർണറുടെ? വിജയൻ, അല്പസമയത്തിനകം തന്നെ ഗവർണർ മാനാഞ്ചിറയിലേക്ക് എത്തും. അദ്ദേഹത്തിന്റെ പദ്ധതി എന്നത് മാനാഞ്ചിറയിൽ ഇറങ്ങുക, നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങുക, ജനങ്ങളുമായി സംബന്ധിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ കുട്ടികളുമായി സംബന്ധിച്ചതുപോലെ തന്നെ മാനാഞ്ചിറയിലുള്ള സാധാരണക്കാരായ ആളുകളുമായി, ഇവിടുത്തെ കച്ചവടക്കാരുമായി എല്ലാം സംബന്ധിക്കുക, ഒപ്പം തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങുക. ഇതാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ സാധാരണ ഗവർണറെ പോലെയുള്ള ആളുകൾ വരുന്ന സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻ പോലീസിനുണ്ടാകും. മാത്രമല്ല കൃത്യമായ ഒരു ചാർട്ട് ഉണ്ടാകും ഈ പ്രോഗ്രാം. എന്നാൽ അത്തരത്തിൽ ചാർട്ടിൽ ഒന്നുമില്ലാത്ത ഒരു പരിപാടിയാണ് ഇത്തരത്തിൽ മാനാഞ്ചിറയിൽ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലൂടെ നടക്കുക എന്നത് കൃത്യമായ ഒരു വെല്ലുവിളി തന്നെ. ഈ ഒരു പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇപ്പോൾ അല്പസമയത്തിനകം മാനാഞ്ചിറയിലേക്ക് എത്തുന്നത്. ഏതാനും മിനിറ്റിനകം തന്നെ അദ്ദേഹം മാനാഞ്ചിറയിൽ എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു അറിയിപ്പും കൂടാതെയാണ് ഗവർണർ ഇങ്ങോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസ് സംവിധാനം ഉണ്ടായി. യെസ്, ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, നേരത്തെ മാവൂർ റോഡിൽ ഇറങ്ങി ആ ദൃശ്യങ്ങൾ കണ്ടു. ഇതാ വീണ്ടും അദ്ദേഹം പലയിടത്ത് ഇറങ്ങുന്നു, കുട്ടികളുമൊക്കെയായി സംസാരിക്കുന്നു, നാട്ടുകാരെ കാണുന്നുണ്ട്, എല്ലാവരുമായി സംസാരിക്കുന്നുണ്ട്. സുരക്ഷാ മുന്നറിയിപ്പുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പാലിക്കാതെ അദ്ദേഹം യാത്ര തുടരുകയാണ്.
എന്താണ് ഗവർണറുടെ ലക്ഷ്യം? മാനാഞ്ചിറയിൽ അദ്ദേഹം എത്ര സമയം ചെലവഴിക്കും? ഇതിനെക്കുറിച്ചൊന്നും പോലീസിന് യാതൊരു വിവരവും അദ്ദേഹത്തിന്റെ ഓഫീസ് കൈമാറിയിട്ടില്ലല്ലോ അല്ലേ? സുരക്ഷാ നിർദ്ദേശം പാലിക്കാതെ ഗവർണർ കോഴിക്കോട് മാവൂർ റോഡിൽ ഇറങ്ങി. അവിടെ സ്കൂൾ കുട്ടികളും ഒക്കെയായി അദ്ദേഹം കുറച്ചധികം സംസാരിച്ചു. ചില നാട്ടുകാരുണ്ടായിരുന്നു. ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെടുത്തു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മാനാഞ്ചിറയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഞാൻ നേരത്തെ ചോദിക്കുകയായിരുന്നു, ഇപ്പോൾ സുരക്ഷാ മുൻകരുതലുകളൊക്കെ അദ്ദേഹം അവഗണിച്ച് അവിടെ മാവൂർ റോഡിൽ ഇറങ്ങി കുട്ടികളോടൊക്കെ സംസാരിക്കുന്നു. വീണ്ടും അദ്ദേഹം മാനാഞ്ചിറയിലേക്ക് യാത്ര തുടരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രാ പദ്ധതിയൊക്കെ സംബന്ധിച്ച് ഒരു വിവരവും ലോക്കൽ പോലീസിനില്ല. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാത്രമേ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുള്ളൂ. എന്താണ് മാനാഞ്ചിറയിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി? അദ്ദേഹം എന്തു സന്ദേശം നൽകാനാണ് ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്? ദീപക്. വിജയകുമാർ, വളരെ കൃത്യമായി പറഞ്ഞാൽ അത്യന്തം അസാധാരണമായ നീക്കമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, പോലീസിന് ഒരു പുതിയ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള നീക്കമാണ്. ഗവർണർ സെറ്റ് പ്ലസ് സുരക്ഷാ സംവിധാനത്തിൽ ബ്ലൂ ബുക്ക് പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണത്തിൽ മൂവ് ചെയ്യേണ്ട ആൾ. പക്ഷേ എന്നാൽ അദ്ദേഹം ഒരു റൂട്ട് മാപ്പും റൂട്ട് പ്ലാനും പോലീസിന് നൽകാതെ പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്നും മാധ്യമങ്ങളെ കാണുന്നു. മുഖ്യമന്ത്രി അതിരൂക്ഷമായി വിമർശിക്കുന്നു. ക്രിമിനലുകളുടെ നേതാവാണ്, നിരവധി കൊലപാതകത്തിന്റെ ഉത്തരവാദിയാണ് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം കേരളത്തിലെ പോലീസിന്റെ സുരക്ഷ എനിക്ക് വേണ്ട എന്ന് DGPയോട് പറഞ്ഞു എന്ന് പറയുന്നു. നേരെ അസാധാരണമായി അദ്ദേഹം വാഹനം യാത്ര തിരിക്കുന്നു. വാഹന വ്യൂഹങ്ങളുടെ ഗതി മാറുന്നു. പിന്നീട് തിരിച്ച് കോഴിക്കോട് ലക്ഷ്യമായി നീങ്ങുന്നു. ഇപ്പോൾ മാനാഞ്ചിറക്കരികിലേക്ക് എത്തി. മാവൂർ റോഡിൽ അദ്ദേഹം അസാധാരണമായി റോഡിൽ ഇറങ്ങുന്നു. കുട്ടികളെ എടുക്കുന്നു, കുട്ടികളെ കയ്യിലെടുത്ത് ചിത്രങ്ങൾ എടുക്കുന്നു. കൂട്ടത്തിൽ ചിലർ സെൽഫി എടുക്കുന്നു. അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തിൽ ഒരു ഭരണഘടനാ തലവനായ ഗവർണറുടെ യാത്ര മാറുന്നു. അദ്ദേഹം അതിന് റിക്വസ്റ്റ് ചെയ്യല്ലേ പ്ലീസ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവൂലേ? സാർ പറയല്ലേ? Okay, sir. Sir, what is your purpose of this? അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഗവർണർ മറ്റെന്തെങ്കിലും പരിപാടിയല്ല, ജനങ്ങളുമായി സംവദിക്കാൻ പോലീസ് സുരക്ഷയില്ലാതെ ഒരു യാത്ര കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ യാത്ര എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും മാവൂർ റോഡിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഇറക്കം. പക്ഷേ പുറകിലുള്ള പോലീസ് വാഹനങ്ങളിൽ നിന്നും പോലീസുകാർ ഒരുക്കി റിംഗ് റൗണ്ട് സുരക്ഷ ഒരുക്കുന്നു. പക്ഷേ ഈ സുരക്ഷയ്ക്കൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല. അദ്ദേഹം കൃത്യമായി പോലീസിനോട് അസന്തുഷ്ടി അവിടെ ഗസ്റ്റ് ഹൗസിന്റെ മുൻപിൽ നിന്ന് തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ നിങ്ങൾ മാറി നിന്നോളൂ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഗവർണർ അത്യന്തം കേരള സർക്കാരിന്, കേരള പോലീസിന് വെല്ലുവിളി ഉയർത്തും വിധത്തിലുള്ള അസാധാരണമായ നീക്കം നടത്തിയുള്ള യാത്രയിലാണ് ഇപ്പോൾ. യാത്ര മാനാഞ്ചിറയിൽ എത്തിയിരിക്കുന്നു. ഷഹദ് റഹ്മാൻ, സമീർ മുഹമ്മദ്, മിഥില ബാലൻ ഇവരെല്ലാം തന്നെ മാനാഞ്ചിറയിൽ നമ്മുടെ പ്രതിനിധികളുണ്ട്. പോലീസിന്റെ അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഭരണഘടനാ പ്രതിസന്ധിയാണെന്ന വ്യാഖ്യാനത്തിലേക്കും എല്ലാം കണക്കും. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിലൂടെയാണ് ഗവർണർ ഈ മാനാഞ്ചിറയിലേക്ക് നീങ്ങുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം DCP, ACPമാർ എല്ലാം തന്നെ മാനാഞ്ചിറയുടെ ചുറ്റും കാവലൊരുക്കി. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എല്ലാം തന്നെ. പക്ഷേ എന്നാൽ വാഹന വ്യൂഹത്തിൽ മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ ACPമാർ ഉൾപ്പെടെ DYSPമാർ ഉൾപ്പെടെ നീങ്ങിയെങ്കിലും ഒരു മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹം വിവിധ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാഴ്ച പോലീസിന് അക്ഷരാർത്ഥത്തിൽ വിഷമവൃത്തത്തിലാക്കുന്ന, വെല്ലുവിളിയാക്കുന്ന ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനം തന്നെയാണ് അസാധാരണ നീക്കത്തിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്നത്. വിജയകുമാർ, ഗവർണർ ഇപ്പോൾ SM സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പോലീസിന്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നില്ല, അതൊന്നും അദ്ദേഹം ബാധകമാക്കുന്നില്ല. അദ്ദേഹം അവിടെ ഇറങ്ങുന്നുണ്ട്. അവിടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. പിന്നീട് കാണാമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും. സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം മാനാഞ്ചിറയിൽ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. തുടരുന്നുണ്ട്. മിഥില, ഗവർണർ അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്. എനിക്ക് തോന്നുന്നത് പോലീസിന് നല്ല ബുദ്ധിമുട്ടാകും അവരെയൊക്കെ നിയന്ത്രിച്ച് അതിനിടയിലൂടെ ഗവർണർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടല്ലേ?
തീർച്ചയായും ഗവർണർ ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയാണ്. യെസ് യെസ് അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിക്കുന്നുണ്ട്. SM സ്ട്രീറ്റിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ്, അതിലെ അദ്ദേഹം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാൽനടയായി എന്ന് തോന്നുന്നു. വലിയ തിരക്ക് അവിടെ കാണുന്നുണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അവിടെ. പോലീസ് സുരക്ഷ വേണ്ട എന്നാണ് ഗവർണർ നേരത്തെ സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ എവിടേക്ക് പോകും, ഏതെങ്കിലുമൊക്കെ കടകളിൽ കയറുമോ, ആരോടൊക്കെ സംസാരിക്കുമെന്നൊന്നും യാതൊരു നിശ്ചയവുമില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ യാത്രാ പദ്ധതി രാജ്ഭവൻ അദ്ദേഹത്തിന്റെ ഓഫീസ് പോലീസിന് കൈമാറിയിട്ടില്ല, ലോക്കൽ പോലീസിന് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ പ്രതിസന്ധി പോലീസിനുണ്ട്. പക്ഷേ സുരക്ഷ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ സ്നേഹമാണ് തന്നോട് എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. തിരിച്ച് ജനങ്ങളോടും സ്നേഹമുണ്ട്, അവരെ കാണാനും അവരോട് സംസാരിക്കാനുമാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്, മാനാഞ്ചിറയിലേക്ക് പോകുന്നതെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, അവരുടെ ഇടയിലൂടെ അദ്ദേഹം നടക്കുന്നു, അവിടെ ആളുകളുമായി സംസാരിക്കുന്നു. നേരത്തെ മാവൂർ റോഡിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇറങ്ങി സ്കൂൾ കുട്ടികളുമായി സംസാരിച്ചു, അവരെ കയ്യിലെടുത്തു, ജനങ്ങളെ അഭിവാദ്യം ചെയ്തു, സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തു. അതാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മാവൂർ റോഡിലെ ദൃശ്യങ്ങളായിരുന്നു.